വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചതായി നിമിഷപ്രിയ. വധശിക്ഷ നടപ്പാക്കുമെന്ന് ജയിൽ അധികൃതർ അറിയിച്ചതായി നിമിഷപ്രിയ ശബ്ദ സന്ദേശത്തിലൂടെയാണ് ബന്ധുക്കളെ അറിയിച്ചത്. പാനാണ്ട് ശേഷം ഇവിടുത്തെ കുറച്ചു നേരം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചൊരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ, അതുമായിട്ട് അവരെന്നെ ഫോണിൽ ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ്, എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ? വാർത്തയുടെ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചതായി നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് ഐസൺ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നിലവിലെ സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിമിഷപ്രിയ തന്നെ അവരുടെ ബന്ധുക്കൾക്ക്, ഭാരതത്തിലുള്ള അവരുടെ ബന്ധുക്കൾക്കെല്ലാം തന്നെ, അവരുടെ അമ്മയ്ക്കുമെല്ലാം തന്നെ, അവിടെ തന്നെ കഴിയുന്ന അമ്മയ്ക്കും അയച്ച ശബ്ദ സന്ദേശത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്, ഒരു അഭിഭാഷക അവരെ നേരിട്ട് വിളിച്ച് ഇവരുടെ വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള തീയതി തീരുമാനിച്ചതായും അതിനുള്ള ഉത്തരവ്, എക്സിക്യൂഷൻ ഓർഡർ ജയിലിലേക്ക് അയച്ചതായുമുള്ള ഒരു വിവരമാണ് പങ്കുവച്ചത് എന്ന് അവർ പറയുകയാണ് ബന്ധുക്കളോട്. തീർച്ചയായും ഇതിന്റെ ഈ വാർത്ത സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ കൂടി ഈ പുണ്യമാസത്തിന് ശേഷമുള്ള ഏതെങ്കിലും ദിവസത്തിൽ അവരുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നൊരു സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ജയിൽ അധികൃതർ ഔദ്യോഗികമായി ഇക്കാര്യം ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജയിൽ അധികൃതർ നേരിട്ട് വിവരങ്ങൾ അറിയിക്കുകയും മറ്റു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരു അഭിഭാഷക ഇവരെ അറിയിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഇവർ ഇപ്പോൾ നൽകിയ ശബ്ദ സന്ദേശത്തിലും പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ്, 2017 മുതൽ ഇവർ യമനിലെ ജയിലിൽ കഴിയുകയാണ്. യമനിലെ ഹൂതി ശക്തി കേന്ദ്രങ്ങളിൽ ഉള്ള ഒരു പ്രദേശത്തെ ജയിലിലാണ് ഇവർ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായ ഇടപെടലുകൾ ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അവസാനം ഹൂതി വിമതരുമായി കൃത്യമായ, അല്ലെങ്കിൽ ഹൂതി ഭീകരരുമായി കൃത്യമായ നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഇറാനുമായി ഭാരതത്തിനുള്ള അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ പോലും ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. എങ്കിൽ കൂടി നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ നിമിഷപ്രിയയെ ഒരു അഭിഭാഷക വിളിച്ചറിയിച്ച കാര്യം, അദ്ദേഹത്തെ അവർ കുടുംബത്തെ അറിയിച്ചിരിക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായത്. അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇവരുടെ വധശിക്ഷ നടപ്പാക്കുന്നത് സംബന്ധിച്ച ചില നടപടിക്രമങ്ങൾ നീങ്ങുന്നു എന്നാണ്. ഇതെല്ലാം സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നീലിമ. ഐസൺ, നേരത്തെ പറഞ്ഞതുപോലെ യമനുമായി നമ്മുടെ നയതന്ത്ര ഇടപെടലൊന്നും അങ്ങനെ നടക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇനി ഇറാനുമായി ബന്ധപ്പെട്ട് ഹൂതി വിമതരുമായൊക്കെ ഈ രീതിയിൽ ഇനി ചർച്ച സാധ്യമാണോ? കാരണം നിമിഷപ്രിയ പറയുന്നത് ശരിയാണെങ്കിൽ ഏതാണ്ട് വളരെ കൃത്യമായൊരു തീരുമാനം യമനീസ് ഭരണകൂടം എടുത്തിരിക്കുന്നു. അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇനി വരാനുള്ളത് എന്നതല്ലേ സൂചിപ്പിക്കുന്നത്? നീലിമ, തീർച്ചയായും ഈ വിവരം, അതായത് നമുക്ക് ലഭ്യമായ അവരുടെ ശബ്ദ സന്ദേശം അതുപോലെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അക്കാര്യം തന്നെയാണ്. അതായത് വധശിക്ഷ നടപ്പാക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന സ്ഥിരീകരണം തന്നെയാണ് വരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഇറാൻ ഉൾപ്പെടെ ഇടപെട്ടിട്ടും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല. മാത്രമല്ല, മരിച്ച വ്യക്തിയുടെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ശക്തമായ എതിർപ്പ് വധശിക്ഷ വൈകുന്നതിനെതിരെ ഉണ്ട് എന്ന സൂചനയും ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വധശിക്ഷയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം, വധശിക്ഷയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന വലിയ ആശങ്കയാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.